നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അടിച്ചോളാം, നിങ്ങൾ അടിക്കണ്ട. കായംകുളത്ത് യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച് പോലീസ്. നടക്കുന്നത് ഡിവൈഎഫ്ഐ പോലീസ് ഒത്തുകളിയാണ്. ഇതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. കായംകുളം പുത്തൻ റോഡിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പോലീസ്. കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നവകേരള സദസ്സിന്റെ ടീഷർട്ടും ധരിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. യൂത്ത് കോൺഗ്രസുകാരെ ഇവർ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടയുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ലാത്തികൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചത്. എന്നാൽ ഡിവൈഎഫ്ഐക്കാരെ പോലീസ് തൊട്ടിട്ടേയില്ല. ഇതിനിടയിലാണ് നിങ്ങൾ അടിക്കേണ്ട, ഞങ്ങൾ അടിച്ചോളാമെന്ന് പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദീപക് കരുവ, സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്തിയൂർ എന്നിവരെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അരിത ബാബു അടക്കം 30 യൂത്ത് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. പ്രതിഷേധം കണക്കിലെടുത്താണ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ കായംകുളം സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. പോലീസ് നരനായാട്ട് നടത്തുകയാണ്. ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂരിനെയും ക്രൂരമായി വളഞ്ഞിട്ട് മർദ്ദിച്ചു പോലീസ്. ഇതിനിടെ നവകേരള ബസിന് മുന്നിൽ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ മാർച്ച് നടത്തി. ഈ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് വീടിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ തുരത്താൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻ അനിൽ, എക്സ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സന്ദീപ് എന്നിവരുടെ വീടുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അനിൽ താമസിക്കുന്ന പേരൂർക്കടയിലെ വീട്ടിലേക്കും നേരത്തെ കല്ലിയൂരുള്ള വീട്ടിലേക്കും സന്ദീപിന്റെ മ്യൂസിയം പൊട്ടക്കുഴി ഭാഗത്തുള്ള വീട്ടിലേക്കും ആക്രമണം നടത്താനും ഇരുവരെയും അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വീടുകളിൽ പോലീസിന്റെ നിരീക്ഷണവും കാവലും വേണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. ആലപ്പുഴയിലെ നവകേരള സദസ്സിനിടെ നവകേരള ബസിന് നേരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും മർദ്ദിച്ചിരുന്നു. ആലപ്പുഴയിലെ സദസ്സിന് ശേഷം അമ്പലപ്പുഴയിലേക്കുള്ള യാത്രക്കിടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4-ന് നവകേരള ബസ് ജനറൽ ആശുപത്രിക്ക് സമീപമെത്തിയപ്പോഴാണ് സംഭവമുണ്ടായത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസിന് സമീപത്തെത്തി യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം മുഴക്കി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇവരെ പിടിച്ചുമാറ്റിക്കൊണ്ടു പോകുന്നതിനിടെ ബസിന് പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ലാത്തിയുമായി ചാടിയിറങ്ങി യുവാക്കളെ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നു. ഗൺമാന്റെ അടിയേറ്റ് KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിന്റെ തലപൊട്ടി. സംസ്ഥാന സെക്രട്ടറി അജയ് ജുവലിനും പരിക്കേറ്റു. ഇരുവരെയും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.